ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് ഒരു ഹോം ടൂറാണ്. കാക്കനാടിനടുത്ത് 9 വില്ലകളുള്ള ഒരു വില്ല പ്രോജക്റ്റിൽ ഒരു വീട് വളരെ എക്കണോമിക്കലായിട്ടുള്ള റേഞ്ചിൽ സായന്തമാക്കാവുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് ഈ ഹോം ടൂർ കാണുന്നത് വഴി ലഭിക്കുന്നത്. ആദ്യമായി ഇതിൻ്റെ എലിവേഷൻ നോക്കുക. എത്ര മനോഹരമായ എലിവേഷനാണ് ഈ വീടിൻ്റേത് നോക്കൂ. രാത്രിയിൽ ഇത് ഈ ലൈറ്റുകളെല്ലാം കൂടി തെളിയുമ്പോൾ ഒരു വലിയ ഷോ പീസായിട്ട് ഈ വീട് വരും. വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുത്ത വീടും ഇൻറ്റീരിയറും എലിവേഷനുമാണ് ഈ വീടിനുള്ളത്. ആദ്യമായി ഗേറ്റ് കാണുക. ഗേറ്റ് 20 അടിയിൽ കൂടുതൽ വീതിയുള്ള ഗേറ്റാണ്. ആദ്യത്തെ 4 അടി നടന്നു വരുന്നവർക്ക് ഈ ഗേറ്റ് മാത്രം തുറന്നാൽ മതി. മറ്റേ 16 അടി ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ്. ഈ സ്ലൈഡിംഗ് ഗേറ്റ് വളരെ സ്മൂത്ത്, ഒരു ഫിംഗർ അതിൽ നമുക്കത് തള്ളി നീക്കുവാൻ സാധിക്കുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത്ര സോഫ്റ്റായി സ്മൂത്തായി ഇത് മൂവ് ചെയ്യുന്നു. ഇനി ഒരു പോർച്ചിലേക്കാണ് നിങ്ങൾ കയറുന്നത്. ഈ പോർച്ച് കോസ്റ്റ്ലി സ്റ്റോൺ വഴി പേവിങ് വഴി മനോഹരമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പുല്ല് വിരിച്ച് അതിൻ്റെ വേറൊരു ലെവലിലേക്ക് ബീട്ടി വരുത്തിയിട്ടുണ്ട്. അതുപോലെ വേറെ ഒരു വണ്ടി കൂടി സുഖമായി ഈ കോർട്ട്യാർഡിൽ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. ഇനി നമ്മൾ വരാന്തയിലേക്കാണ് കയറുന്നത്. ഒരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ള വരാന്ത, 5-6 പേർക്ക് സുഖമായിട്ടിരിക്കാവുന്ന വരാന്ത. അത് നല്ല ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡ്രോയിങ് റൂം കാണുക. ഡ്രോയിങ് റൂം ഒരു സൈഡ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് പാസേജായിട്ട് പോകുന്നത്. ബാക്കി 2 സൈഡ് സീറ്റിങ്ങിനും 3ാമത്തെ സൈഡ് TV യൂണിറ്റുമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഷോക്കേസ് അല്ലെങ്കിൽ TV യൂണിറ്റ് വളരെ പെയിനെടുത്ത് ഷോയാക്കി ചെയ്തിട്ടുണ്ട്. എത്ര വലിയ TV വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് വയ്ക്കുന്നതിന് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഡ്രോയിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്കുള്ള എൻട്രൻസ് പാനൽ ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു ആർട്ട് വർക്കും ചെയ്ത് ലൈറ്റുകളെല്ലാം ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഡ്രോയിങ്ങും ഡൈനിങ്ങും എല്ലാം സീലിങ് ഏറ്റവും ഭംഗിയാക്കിയിട്ടാണ് ഡിസൈൻ ചെയ്ത് ലൈറ്റുകൾ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡൈനിങ് റൂമിലേക്ക് വരിക. ഡൈനിങ് റൂമിൽ ഒരു നല്ല ഷോക്കേസ് നിങ്ങൾ നോക്ക്. ഇതിൻ്റെ ബ്യൂട്ടി നിങ്ങൾക്ക് പെട്ടെന്ന് വേറെങ്ങും കിട്ടില്ല. അത്ര സൂപ്പറായിട്ടാണ് ഇതിൻ്റെ ഡിസൈനും കൺസ്ട്രക്ഷനും. വുഡൻ ലുക്കിൽ തന്നെയാണ് മൈക്ക ലാമിനേഷനിൽ ഇത് ചെയ്തിരിക്കുന്നത്. കേട്ടോ, ഇതൊന്ന് വാച്ച് ചെയ്യേ. അങ്ങനെ പെട്ടെന്ന് ഇത്രയും ഷോയുള്ള ഒരു ഷോക്കേസ് നിങ്ങൾ കാണില്ല. അതുപോലെ തന്നെ വേറൊരു വാഷ് കൗണ്ടർ. വാഷ് കൗണ്ടറിൻ്റെ ചേർന്നും ഒരു ഷോക്കേസ് ഉണ്ട്. അത് ഒരു ക്രോക്കറി ഷെൽഫായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ വാഷ് കൗണ്ടറിൻ്റെ അടിഭാഗത്തും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. വാഷ് കൗണ്ടറിൻ്റെ കൗണ്ടർ ടോപ്പ് വൈറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് വെച്ച് അതിൻ്റെ മുകളിൽ സെറായുടെ നല്ല ഭംഗിയുള്ള ഒരു വാഷ് ബേസും വെച്ച് അതിന് മുകളിൽ മിറർ കൊടുത്ത് മുകളിൽ ഹാങ്ങിങ് ലൈറ്റും വെച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലെ ടൈൽ ഒട്ടിച്ച് അത് വേറെങ്ങും നിങ്ങൾക്ക് ഇത്രയും ഒരു ഷോയിൽ ഈ പോർഷൻ കാണാൻ സാധിക്കില്ല. ഇത് ആക്ച്വൽ കണ്ടെങ്കിൽ ഇതിൻ്റെ മനോഹാരിത നിങ്ങൾക്ക് മനസ്സിലാക്കിയുള്ളൂ. ഡൈനിങ് റൂമിൻ്റെ ഒരു സൈഡ് 2 ആർക്കിടെക്ചറൽ
ഷോ പീസുകൾ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആൻറ്റി ക്രാഫ്റ്റ്സ് വയ്ക്കാൻ സൗകര്യത്തിന് ലൈറ്റൊക്കെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് സീലിംഗ് ലൈറ്റ് കൂടാതെ ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോറിൻ്റെ സെലക്ഷൻ വൈറ്റിൽ ഡിസൈനുള്ള വിട്രിഫൈഡ് ടൈല്. അതിൻ്റെ സെലക്ഷൻ സൂപ്പറാണ്. ഇത്ര ഗ്ലാമറസ് ആയിട്ട് പെട്ടെന്ന് ആർക്കും തന്നെ ഈ ടൈല് സെലക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ സ്റ്റെയർകേസിൻ്റെ അടിഭാഗം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആക്കിയിട്ട് യൂസ്ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കിച്ചണിലേക്കാണ് പ്രവേശിക്കുന്നത്. കിച്ചണിൻ്റെ ഷോ അത് പെട്ടെന്നങ്ങ് വർണ്ണിച്ചാൽ തീരില്ല. കാരണം അതിൻ്റെ കിച്ചൺ ക്യാബിനറ്റ്സ്, ബോട്ടം ക്യാബിനറ്റ്സ് വൈറ്റ് ആൻഡ് ബ്ലൂ, ആ കോമ്പിനേഷൻ അത് ഒരു യുണീക്ക് സ്റ്റൈലാണ്, യുണീക്ക് ആർക്കിടെക്ചറൽ മോണുമെൻ്റാണ്. കാരണം വൈറ്റും ഈ ബ്ലൂ കൂടി ഈ പർട്ടിക്കുലർ ബ്ലൂ കൂടി നല്ല മാച്ചായിട്ടുണ്ട്. അതുപോലെ കിച്ചൺ ടോപ്പ് വൈറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് കൊടുത്ത് കിച്ചൺ ടോപ്പിനും ടോപ്പ് ക്യാബിനറ്റിനും ഇടയ്ക്കുള്ള പോർഷൻ അതുപോലെ സൂപ്പറാക്കി. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ അത് സൂപ്പറാക്കി. ഇനി കിച്ചൺ ക്യാബിനറ്റ്സ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇത് ഈ കളർ കോമ്പിനേഷൻ ഇത്ര മാച്ചിങ് ആയിട്ട് നിങ്ങൾ വേറൊന്നും ചെയ്ത് കാണില്ല. കാരണം അതുപോലെ പെയിന്, സ്ട്രെയിന്, എഫർട്ട്, കമ്മിറ്റ്മെൻറ്റ് ഇതിൻ്റെ പുറകിലുണ്ട്. ഈ കിച്ചൺ ക്യാബിനറ്റിൻ്റെ ഇടയ്ക്ക് ആണ് കിച്ചൻ്റെ ജനൽ കൊടുത്തിരിക്കുന്നത്. 3 പാളിയുടെ സഫിഷ്യൻ്റ് വെന്റിലേഷൻ കിട്ടുന്ന ഒരു ജനൽ കൊടുത്തിരിക്കുന്നത്. കിച്ചൻ്റെ ഫ്ലോറും വൈറ്റ് തന്നെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഈ കിച്ചൺ ക്യാബിനറ്റും ഈ ഫ്ലോറിങ്ങുമായിട്ട് നല്ല മാച്ചിങ് ആണ്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വർക്ക് ഏരിയയിൽ ഒരു കൗണ്ടർ കൊടുത്ത് അതിൻ്റെ അകത്ത് സിങ്ക് കൊടുത്ത് സ്ലാബ് കൊടുത്ത് അതിൻ്റെ ബാക്കിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ടൈൽ ഒട്ടിച്ച് ഈ വർക്ക് ഏരിയയിൽ തന്നെ നിങ്ങൾക്ക് ഒരു കിണർ കാണാം. ഈ കിണറിലേക്ക് സൺലൈറ്റ് കിട്ടത്തക്ക രീതിയിലാണ് ഇതിൻ്റെ റൂഫ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വർക്ക് ഏരിയയുടെ പുറത്ത് നല്ല സ്പേസ് ഉള്ള ഒരു കോർട്ട്യാർഡ് വേറെയുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ബെഡ്റൂമാണ്. 10 അടി വീതിയും 15 അടി നീളമുള്ള ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ ഒരു ഷോർട്ട് സൈഡ് ഫുള്ള് അലമാരിയാണ്. കണ്ടോ? ഈ അലമാരിക്കകത്ത് വളരെയധികം ഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതിനുള്ള കൺവീനിയൻസ് ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഇത് ഹാങ്ങിങ് സ്പേസ് ഉണ്ട്, മടക്കി വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ ഈക്വലായിട്ട് ഡ്രോയും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ടോയ്ലറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. ടോയ്ലറ്റ് അടിപൊളി എന്ന് പറയണം. ആദ്യം ഒരു വാഷ് ബേസിൻ, പിന്നെ സെറായുടെ നല്ല ഷോയുള്ള ഒരു ക്ലോസറ്റ്, പിന്നെ ഷവർ ഏരിയ എല്ലാം ഡൈവേർട്ടറിൽ ഒരു ടാപ്പിൽ തന്നെ ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ ഷവറിലേക്ക് കിട്ടും. ഷവറും നല്ല ഷോയുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. അതിൽ ഹാൻഡ് ഷവറും ഹെൽത്ത് ഫോസിറ്റ് ഇതെല്ലാം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസാണ്. ഇതിൻ്റെ ബാത്റൂം ടൈല് അത് നേരിട്ട് കണ്ടെങ്കിലേ അതിൻ്റെ ഭംഗി മനസ്സിലാവും. വീഡിയോയിൽ അതിൻ്റെ ഭംഗി മനസ്സിലായില്ല, അത്ര സൂപ്പറാണ്. അതുപോലെ അതിൻ്റെ ഫ്ലോറിങ്ങും ടൈലും തമ്മിലുള്ള കോമ്പിനേഷനും സൂപ്പറായിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ സെക്കൻഡ് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമും വളരെ നന്നാക്കി ആണ് ഡിസൈനും കൺസ്ട്രക്ഷനും. ഇതിൻ്റെ അലമാരി നോക്ക്. അലമാരി ഒരു കമ്പാർട്ട്മെൻറ്റ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മിറർ കൊടുത്തിട്ടുണ്ട്. അത് വുഡൻ ഫിനിഷിലാണ്. ബാക്കി വൈറ്റ് ആൻഡ് വുഡൻ ഫിനിഷ് വളരെ നന്നായി വന്നിട്ടുണ്ട്.
ഇതിൻ്റെ അകത്ത് ഡ്രോയിങ്ങുണ്ട്, ഹാങ്ങിങ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ തുണി മടക്കി വയ്ക്കുന്നതിനുള്ള വളരെയധികം സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ റൈറ്റിംഗ് ടേബിൾ നോക്കാം. ഈ റൈറ്റിംഗ് ടേബിളായിട്ട് ഒരു കമ്പ്യൂട്ടർ ടേബിളായിട്ട് ഒരു സ്റ്റഡി ടേബിളായിട്ട് മൾട്ടി പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ ടോയ്ലറ്റും വേറൊരു ലെവലാണ്. ഇതിൻ്റെ ടൈലിൻ്റെ ഗ്ലാമർ നേരിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാകുള്ളൂ. ഓരോ ബാത്റൂമിൻ്റെ ടൈലുകളും ഒന്നിനൊന്ന് മെച്ചമായി വളരെ യുണീക്ക് മാസ്റ്റർ പീസാക്കി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വാഷ് ബേസിൻ, സെറയുടെ ക്ലോസറ്റ്, ഡൈവേർട്ടർ, അതിൻ്റെ സോപ്പ് ഡിഷ്, ഹെൽത്ത് ഫോസറ്റ് എല്ലാം ഇതിനേക്കാളും ബെറ്ററായിട്ട് ആർക്കും ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ വാൾ ആൻഡ് ഫ്ലോർ കോമ്പിനേഷനും വളരെ ഭംഗിയായിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റെയറാണ് കാണുന്നത്. സ്റ്റെയർ ഹിമാലയൻ ബ്ലൂ ഏറ്റവും ഭംഗിയുള്ള കോസ്റ്റലായിട്ടുള്ള ഗ്രാനൈറ്റാണ് ചവിട്ടുന്ന പടിയിൽ കൊടുത്തിരിക്കുന്നത്. വെർട്ടിക്കലായിട്ട് മുഴുവൻ വൈറ്റ് വിട്രിഫൈഡ് ടൈല്. ആ കോമ്പിനേഷൻ വളരെ ഭംഗിയായി. ഇനി ഇതിൻ്റെ ഹാൻഡ് റെയിൽ സാധാരണ എല്ലാം റൗണ്ടിൽ കൊടുക്കുന്നിടത്ത് ഇവിടെ സ്ക്വയർ ട്യൂബിൽ കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ മനോഹാരിത വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇനി മുകളിലേക്ക് വന്നിട്ട് വിശാലമായ ഒരു ലിവിങ് ഏരിയ, 7 അടി വീതി, 19 അടി നീളമുള്ള ഒരു ലിവിങ് ഏരിയ. ഒരു ഫാമിലി ലിവിങ് റൂമായിട്ട്, അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ആയിട്ട്, ഓഫീസ് ഏരിയ ആയിട്ട്, മൾട്ടിപർപ്പസ് ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഫ്ലോറിങ് വൈറ്റ് കൊടുത്തിട്ട് ബോർഡറിൽ ഹിമാലയൻ ബ്ലൂ ഫ്ലോറിങ് കൊടുത്തപ്പോൾ അത് വളരെ ഭംഗിയായി. അതുപോലെ തന്നെ ലിവിങ് റൂമിൽ 2 ആർക്കിടെക്ചറൽ പീസ് കൊടുത്ത് അതിൻ്റെ മുകളിൽ ലൈറ്റ് കൊടുത്ത് അവിടെ നിങ്ങൾക്ക് ഹാൻഡിക്രാഫ്റ്റ്സ്, ഷോ പീസുകൾ വയ്ക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. ഇതിൻ്റെ സീലിംഗ് ആണ് ഏറ്റവും സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് ലൈറ്റുകളും അതുപോലെ ഭംഗിയാക്കി ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു ഹോം തിയേറ്ററെന്നോ ലിവിങ് റൂമെന്നോ ഒക്കെ പറയാവുന്ന ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. ഇത് ഒരു ഷോക്കേസ്, ഒരു TV ഷോക്കേസ് ആയിട്ട് ആണ് നമ്മൾ ഒരു വശം കാണുന്നത്. ഇത് ഒരു ബെഡ്റൂമായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഒരു സിറ്റ് ഔട്ടിലേക്കാണ് ഇറങ്ങുന്നത്. ഒരു കവേർഡ് സിറ്റ് ഔട്ടും ഉണ്ട്, അതുപോലെ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടും ഉണ്ട്. ഓപ്പൺ സിറ്റ് ഔട്ടും ടൈലെല്ലാം വിരിച്ച് വളരെ ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളൊരു ബെഡ്റൂമിലേക്കാണ് പ്രവേശിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിന് 2 സൈഡ് 6 പാളി ജനൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അലമാരി, ഒരു സൈഡ് നല്ല സൈസിലുള്ള ഒരു ബെഡ് കൊടുക്കത്തക്ക പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു. ഈ അലമാരിയുടെ വീട്ടി ഒന്ന് നോക്കുക. അലമാരിയുടെ ഫ്രണ്ടിൽ നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഡ്രോ സ്പേസും കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായി ഇത് പ്ലാൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. അലമാരി ഇതിൽ കൂടുതൽ കൺവീനിയൻ്റ് ആക്കി ഡിസൈൻ ചെയ്യാനില്ല. അത്ര മെനക്കെട്ട് ഡിസൈൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ ഒരു റൈറ്റിംഗ് ടേബിളുണ്ട്. റൈറ്റിംഗ് ടേബിൾ നമ്മൾക്ക് റൈറ്റിംഗ് ടേബിളായിട്ട്, കമ്പ്യൂട്ടർ ടേബിളായിട്ട് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ടോയ്ലറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. ടോയ്ലറ്റ് അത് നേരിട്ട് കണ്ടെങ്കിൽ ആ ടൈലുകളുടെ മനോഹാരിത മനസ്സിലാക്കിയുള്ളൂ. ഇത് വീഡിയോയിൽ അതിൻ്റെ മനോഹാരിത മനസ്സിലാകില്ല. ഒരു വാഷ് ബേസിൻ, പിന്നെ സിറയുടെ നല്ലൊരു ക്ലോസറ്റ്, പിന്നെ ഡൈവേർട്ടർ ആയിട്ടുള്ള കുളിക്കുന്നതിനുള്ള ഷവർ അറേഞ്ച്മെൻറ്റും, ഒറ്റ ടാപ്പിൽ തന്നെ ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ ഷവർ എല്ലാം കിട്ടത്തക്ക രീതിയിൽ നല്ലൊരു ഹെൽത്ത് ഫോസിറ്റ് എല്ലാം മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടൈല്, ഇതിൻ്റെ കോമ്പിനേഷൻ വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം മുകളിലൊരു ബ്ലാക്കിഷ്, പിന്നെ ലൈറ്റ്, പിന്നെ അല്പം ഡാർക്ക്,
ഫ്ലോർ അതിന് മാച്ച് ചെയ്യുന്ന ഫ്ലോർ. എല്ലാ ബാത്റൂമും ഒന്നിനൊന്ന് മെച്ചമായ രീതിയിൽ വളരെയധികം കെയർ എടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രണ്ടാം നിലയിൽ മറ്റൊരു ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതിൻ്റെ ബെഡ്റൂംസ് എല്ലാം സ്പേഷ്യസ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ ടൈലും പെയിൻറ്റിങ് എല്ലാം കൂടി കോമ്പിനേഷൻ വളരെ മനോഹരമായിട്ടുണ്ട്. എല്ലാ അലമാരികളുടെയും ഡിസൈനാണ് ഏറ്റവും ഭംഗിയായത്. ഇതിൻ്റെ അലമാര ഡിസൈൻ നോക്കാം. ഡ്രോയുണ്ട്, ഹാങ്ങിങ് സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഒരു ബെഡ്റൂമിൽ എന്താണ് ആവശ്യമുള്ളത് അത് എല്ലാം ഭംഗിയാക്കി ഡിസൈൻ ചെയ്ത് ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയും അതിൻ്റെ പുറകിൽ കോമൺ ടോയ്ലറ്റുമാണ് നമ്മളിവിടെ കാണുന്നത്. ഡ്രസ്സിങ് ഏരിയയിൽ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഡ്രോയറൊക്കെ വെച്ച് സൂപ്പറാക്കി. അവിടെ നിന്ന് ഒരു കോമൺ ടോയ്ലറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ ടോയ്ലറ്റിൻ്റെ ഡിസൈനും അത് വേറെ ലെവലിലാണ്. ഇതിൻ്റെ മനോഹാരിതയും ഈ ടൈലിൻ്റെ മനോഹാരിതയും ഇത് നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. ഇതുപോലെ തന്നെ വാഷ് ബേസിൻ ഹാപ്പഡസ്റ്റിൽ വെച്ചിട്ട് ഭംഗിയാക്കി. പിന്നെ സെറായുടെ നല്ലൊരു ക്ലോസറ്റ്, പിന്നെ ഷവറിൻ്റെ ഏരിയ, ബാത്റൂമിൻ്റെ സ്ലോപ്പൊക്കെ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. മുകളിലത്തെ 2 ടോയ്ലറ്റിൽ ഒരെണ്ണം കോമൺ ആയതുകൊണ്ട് ഫ്രണ്ടിലുള്ള ആ ലിവിങ് ഏരിയ ബെഡ്റൂമായിട്ടും യൂസബിളാണ്. കാരണം ഒരു ബെഡ്റൂമിൻ്റെ പ്രൈവസി അഫക്റ്റ് ചെയ്യാതെ 3 ബെഡ്റൂം വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് സാധിക്കും. രണ്ടാം നിലയിൽ ഇനി നമ്മൾ ഒരു ഓപ്പൺ ടെറസിലേക്കാണ് കയറുന്നത്. ഓപ്പൺ ടെറസ് എന്ന് വെച്ചാൽ മുകളിൽ ട്രഫോൾ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ വേണമെങ്കിൽ ഗ്രില്ലിട്ട് അടവാക്കാവുന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് മുകളിലേക്ക് നമുക്ക് ടെറസ് ഏരിയയിലേക്ക് പോകാവുന്നേ ഉള്ളൂ. ഈ ടെറസ് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ വിശാലമായ ഒരു ടെറസാണ് 3-ാം നിലയിൽ നിങ്ങൾ കാണുന്നത്. ഈ ടെറസ് ഭാവിയിൽ ഒരു പോർഷൻ ഷീറ്റിട്ട് ട്രഫോൾ ഷീറ്റിട്ട് യൂട്ടിലിറ്റി ഏരിയ ആക്കിയാൽ വളരെ യൂസ്ഫുൾ ആവും. കുറേ പോർഷൻ വെയിൽ കൊള്ളുന്നതിന് വേണ്ടിയിട്ട് തുണി ഉണങ്ങുന്നതിന് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ. വാട്ടർ ടാങ്കിൻ്റെ ആ ഭാഗത്ത് കുറേ പോർഷൻ ഓപ്പൺ ആക്കിയിട്ട് ബാക്കിയുള്ള പോർഷൻ റൂഫ് കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കാക്കനാടിനടുത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ മനോഹര വീട്, ഇതിൻ്റെ പ്ലാനിങ്, എലിവേഷന്, ഇൻറ്റീരിയർ, അലമാരികൾ, ടോയ്ലറ്റിലെ ടൈൽ സെലക്ഷന്, ഫ്ലോറിംഗ് സെലക്ഷന്, ഇതിൻ്റെ സീലിംഗ് സെലക്ഷന് എല്ലാം അത് നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ മനോഹാരിത മനസ്സിലാക്കിയുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എറണാകുളത്തിനടുത്ത് നിങ്ങൾക്കൊരു വീട് സ്വന്തമാക്കാൻ വളരെ എക്കണോമിക്കലായിട്ട് ഇത് വാങ്ങുമ്പോൾ ഒരു ഫ്ലാറ്റ് വാങ്ങുന്ന പൈസ നിങ്ങൾക്ക് വരില്ല. വളരെയധികം കുറച്ച് പൈസ വരുള്ളൂ. അതിനകത്ത് ഫ്ലാറ്റിൻ്റെ സൗകര്യത്തിൻ്റെ അനേകം മടങ്ങ് ഇതിൻ്റെ ഫെസിലിറ്റി കിട്ടുന്നു. അതിൽ കൂടുതലായിട്ട് ഇതിൻ്റെ റീസെയിൽ വാല്യൂ, ലാൻഡ് എറണാകുളത്തിൻ്റെ സബർബ്സിൽ അല്ലെ കാക്കനാടിനടുത്ത് എപ്പോഴും കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10 കൊല്ലമോ 20 കൊല്ലമോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ വീടിന് ലഭിക്കുന്ന റീസെയിൽ വാല്യൂ വളരെ വലുതായിരിക്കും. അപ്പോൾ ഈ വീട് വാങ്ങണമെന്നുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇതുപോലെ 6 വീടുകൾ തീർന്നു കിടപ്പുണ്ട്. നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വാങ്ങാവുന്നതാണ്. താങ്ക് യു.